സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റുകളെ കുറിച്ചാണ്. നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉള്ളതിൽ ഒരു ഡിവിഷനാണ് ഇന്ത്യ അഗ്രോ എന്ന് നമുക്ക്. ഇന്ത്യ അഗ്രോന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ആൾ യുവർ ഫാമിംഗ് ചലഞ്ചസ്. എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ ഓൾ യുവർ ഫാമിംഗ് ചലഞ്ചസ്. അതായത് കൃഷിയിൽ വരുന്ന എല്ലാ തരം ചലഞ്ചസിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നമ്മളുടെ കമ്പനി ഇറക്കിയിരിക്കുന്ന പ്രോഡക്റ്റുകൾ. മറ്റു പല കമ്പനികൾക്കും പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഇതുപോലെ നമ്മൾ വിത്ത് നടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 100% ഓർഗാനിക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മളെ പച്ചക്കറിക്കാവട്ടെ, നമ്മളുടെ ധാന്യങ്ങൾക്കാവട്ടെ, പരി അതുപോലെയുള്ള ഗോതമ്പ് പോലെയുള്ളതിനൊക്കെ പച്ചക്കറികൾക്കൊക്കെ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അല്ലെ. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ അരിയും അതുപോലെ പച്ചക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു കാലത്ത് ഇന്നെല്ലാത്തിനെയും നമ്മൾ ഒരു ഡിപ്പെൻഡബിൾ ആയി നമ്മൾ മാറി. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം ഒന്ന്, നമ്മളുടെ ഉൽപ്പന്നങ്ങൾ, അതായത് നമ്മളുടെ ഇന്ത്യ അഗ്രോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർഷകർക്ക് 50% അവരുടെ കോസ്റ്റ് കുറയ്ക്കാന്ന് പറയുന്നത്. ചിലവ് 50% കോസ്റ്റ് കുറയ്ക്കാം, 40% വരെ നമുക്ക് വിളവ് കൂട്ടിയെടുക്കാൻ. അപ്പൊ കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്കൊക്കെ അവിടെ നമ്മൾ പച്ചക്കറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ രാസവളവും കീടനാശിനിയും ഒന്നും ഉപയോഗിക്കാത്ത നല്ല ഉൽപ്പന്നങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറയും. കുറഞ്ഞ സ്ഥലമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പറയില്ല, ഈ എന്താ പറയാ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുന്ന അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഈ വർഷം വേനൽക്ക് തക്കാളി കൃഷി ചെയ്തിട്ട് ഒരുപാട്, ഏകദേശം ഒരു 10-20 മൂട് തക്കാളി ചെയ്തിട്ടു. അതുപോലെ കുറച്ച് പയറൊക്കെ ചെയ്തിട്ട് ധാരാളം ഉണ്ടായി. നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടായി. അതുപോലെ ഇഞ്ചി നട്ടതിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടായി. ഒരുപാട് നല്ല വിളവ്, ഇഞ്ചി, ചേന, ചേമ്പ് ഇതിനൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിരുന്നു. കുരുമുളകിന് ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് വിളകൾക്ക് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട്. വാഴയ്ക്ക് ഉപയോഗിച്ചിരുന്നു. വീട്ടിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ. എനിക്കുള്ള കുറച്ച് സ്ഥലത്ത് ഞാൻ തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരാളോട് പറയുമ്പോൾ നമുക്കതിനൊരു ആധികാരികത വേണ്ടേ. പിന്നെ ഇതിനെനിക്ക് ആധികാരികമായിട്ട് ഞാൻ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാരണം തന്നെ, കഴിഞ്ഞ ഒരു 10-25 വർഷം ഞാൻ രാസവളത്തിന്റെയും കീടനാശിനിന്റെയും കച്ചവടം കൃഷ്ണഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്ത ആളാണ്. അപ്പൊ മാർക്കറ്റിലുള്ള എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഉൽപ്പന്നങ്ങളാണ് മാർക്കറ്റിൽ ഉള്ളതെന്നും അതിലെങ്ങനെയൊക്കെ കർഷകർ പറ്റിക്കപ്പെടുന്നുണ്ടെന്നും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് ആധികാരികമായിട്ട് ഓരോ ആളോടും പറയാം. ഒരാളിപ്പോ എന്നോട് പറയാണ്, ഇപ്പൊ സാഫിനെ കുറിച്ച് പറയണ്ട. സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ്, അല്ലെങ്കിൽ ഒരു പെസ്റ്റിസൈഡ് എക്കാലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നമ്മളുടെ ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റുകൾ. കാരണം എന്താ, നമ്മളെ കവചപ്രാശം പോലെ, കവചപ്രാശത്തിന്റെ പ്രത്യേകത എന്താ, ബേബി ടു ബാബ നമ്മൾ പറയുന്നുണ്ട്. കവചപ്രാശം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാവരും ഉപയോഗിക്കണം നമ്മൾ നിർബന്ധം പറയുന്നുണ്ട്. കാരണം എന്താ, അത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങളിലെ, നമ്മൾ ഇന്ത്യ അഗ്രോ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താ, ചെടികളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള, രോഗങ്ങൾ വരാതിരിക്കാൻ, വിളവ് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഇന്ത്യ അഗ്രോ പ്രോഡക്റ്റുകൾ. അതിന് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ബയോസാറ്റിന്റെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അപ്പേട എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള NPOP, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഐഫോം സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഇപ്പൊ നമ്മൾ ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറാക്ക് വാല്യൂ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു നാളെ നമ്മളുടെ ഒരു ഉൽപ്പന്നം, നമ്മളൊരു അഗ്രികൾച്ചർ ഉൽപ്പന്നം നമ്മൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, അതൊക്കെ കിട്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാൽ അതിന് അധിക വില കിട്ടും. അതിന്റെ ക്വാളിറ്റി അത്രമാത്രം ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് നമ്മളെ പ്രോഡക്റ്റ്. അതിന്റെ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്നത്. MI സ്പ്രേ പ്ലസ് എന്ന് പറയുമ്പോൾ സാധാരണ കർഷകർ നമ്മളോട് ചോദിക്കും, ഈ പശയല്ലേ എന്ന് ചോദിക്കും. കാരണം വെച്ചാൽ അഡ്ജുവന്റ് എന്ന് പറയും, അതായത് ഈ കീടനാശിനികളുടെയും അതുപോലെ ഫോളിയർ സ്പ്രേയിലൊക്കെ ഉള്ള വളങ്ങളുടെ ഒക്കെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പശ എന്നാ പറയുന്നത്, അത് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറിച്ചു പോകുന്നു. പക്ഷെ നമ്മളുടെ ഒരു പശയല്ല,
നമ്മളുടെ അതിനകത്തുള്ള കോമ്പിനേഷൻ എന്താണെന്ന് കൂടി ഞാൻ പറയാം. സൈക്ലോസിൽസ്വാക്സിൻ 10%, എംഎൽസിഫയർ 10%, അക്വേ സോൾവെന്റ് 80%, അങ്ങനെ ടോട്ടൽ 100%. ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് 100 ലിറ്റർ വെള്ളത്തിലേക്ക് 33 മില്ലിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ഏക്കറിലേക്ക് ഇറിഗേഷൻ നടത്തുകയാണെങ്കിൽ, അതായത് ജലസേചനം നടത്തുകയാണെങ്കിൽ അതിൽ ഒരു ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. 100 മില്ലിയാണ് 100 ഏക്കറിലേക്ക് വെള്ളത്തിലേക്ക് ഉപയോഗിക്കുന്നത്. അതുപോലെ ഹെർബിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താ, കളനാശിനി, പുല്ല്, കാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരിഞ്ഞു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളനാശിനികൾ, അതിൽ ഉപയോഗിക്കേണ്ടത് 0.50 മില്ലി, അല്ലെങ്കിൽ 100 ലിറ്റർ വെള്ളത്തിലേക്ക് 50 മില്ലിയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു വൺ ഫോർമുലയാണ്. പെനിട്രേറ്റർ ആണ്. പെനിട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ആഴ്ന്നിറങ്ങാൻ കഴിവുള്ള, അതായത് ഈ ചെടിയുടെ ഇലകളിലേക്കൊക്കെ അതിന്റെ ഓർസിലൂടെ ആഴ്ന്നിറങ്ങാൻ കഴിവുള്ളതാണ്. സ്പ്രെഡർ ആണ്. സ്പ്രെഡർ എന്ന് പറഞ്ഞാൽ എന്താ, പെട്രോളിനേക്കാൾ 20 ഇരട്ടി പടരാനുള്ള കഴിവുണ്ട്. അതായത് ഒരു തുള്ളി ഒരു ഇലയിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഇലേന്റെ എല്ലാ ഭാഗത്തേക്കും പടരാനുള്ള കഴിവ്. സാറേ, ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നില്ല? സ്പീഡ് കൂടുതലുണ്ടോ? ഇല്ല സാറേ, കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ സ്റ്റിക്കറാണ്. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചിരിക്കാൻ കഴിവുണ്ട്. ഇപ്പൊ മഴക്കാലത്തൊക്കെ നമ്മൾ ഈ കീടനാശിനി തളിക്കാൻ അധികം സമയം കിട്ടില്ല. അപ്പൊ നമുക്കിതൊരു തളിച്ച് ഒരു 20 മിനിറ്റ് ഒക്കെ സമയം കിട്ടിയാൽ മതി. അപ്പോഴത്തേക്ക് ഇത് ഒട്ടിപ്പിടിക്കാനും ആഴ്ന്നിറങ്ങാനും അതുപോലെ തന്നെ പടർന്നിറങ്ങാനും ഒക്കെ കഴിവുണ്ട്. അതുപോലെ ആക്ടിവേറ്റർ ആണ്. ആക്ടിവേറ്റർ എന്ന് പറയുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കീടനാശിനി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളത്തിന്റെ പരമാവധി ചെടികളിലേക്ക് കിട്ടാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് എന്താ, ആക്ടിവേറ്റർ ആയതുകൊണ്ട് കൂടുതൽ ഏരിയയിലേക്ക്, ഇപ്പൊ സാധാരണ നമ്മളൊരു 100 ലിറ്റർ വെള്ളം കൊണ്ട് 1 ഏക്കറാണ് നമ്മൾ തളിക്കുന്നതെങ്കിൽ, ഇത് 100 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു 1.25 ഏക്കറിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ റിയാക്ടർ ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന എന്ത് ഉൽപ്പന്നമാണ് ഇതിനെ പരമാവധി റിയാക്ട് ചെയ്ത് ചെടിക്കേണ്ട ഫലം ലഭിക്കുന്നത്. അതുപോലെ പോളിനേറ്റർ ആണ്. പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്, പരാഗണം നടത്താൻ കഴിവുണ്ട്. ചെടികൾക്ക് കൂടുതൽ പരാഗണം നടത്തുമ്പോഴാണല്ലോ അതിൽ പൂക്കൾ പിടിച്ചിട്ട് അതിന്റെ ഗുണം അല്ലെങ്കിൽ കൂടുതൽ കായകൾ ഉണ്ടാവുക. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാന്റ് പ്രൊട്ടക്ഷൻ സൊല്യൂഷൻ ആണ് MI സ്പ്രേ പ്ലസ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഭൂഹസ്ത്ര എന്ന് പറയുന്ന പ്രോഡക്റ്റ്. നമ്മളുടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഇന്ത്യാഗ്രോയിൽ ഏറ്റവും തൂക്കം കൂടിയ പ്രോഡക്റ്റ് ആണ് ഭൂഹസ്ത്ര എന്ന് പറയുന്നത്. ഭൂഹസ്ത്ര എന്ന് പറയുന്നെങ്കിൽ മണ്ണിൽ നിന്നുള്ള കീടങ്ങളിൽ നിന്നൊക്കെ ചെടികളുടെ പ്രതിരോധം ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന 6 മാസത്തേക്ക് അത് മണ്ണിൽ നിലനിൽക്കുകയും ചെടികൾക്ക് നമ്മളുടെ മണ്ണിര, അതുപോലെ തന്നെ മണ്ണിര പോട്ടെ, ഈ ചാണകപ്പുഴു, അതുപോലെ തന്നെ ബ്ലാക്ക് കട്ട്വർം എന്ന് പറഞ്ഞിട്ട് കറുത്ത വലിയ പുഴു, അതേപോലെ തന്നെ പുൽച്ചാടി, അതേപോലെ ഒച്ച്, ചിതൽ, ഇതിന്റെയൊക്കെ ആക്രമണം മണ്ണിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഭൂവസ്ഥാനം. ഇതിനകത്തുള്ളത് നീം എക്സ്ട്രാക്ട് 5%, അതുപോലെ തന്നെ ഗ്രോത്ത് എൻസൈംസ് 5%, അതുപോലെ തന്നെ പെൻഡോണൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഗ്നിപർവ്വതത്തിൽ നിന്നെടുത്തിട്ടുള്ള ചാരമാണ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണ് എന്ന് പറയുന്നത് അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരം, അല്ലെങ്കിൽ അഗ്നിപർവ്വതം പൊട്ടി വരുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ വസ്തുവാണ്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ മൂലകങ്ങളുള്ള ഒരു വസ്തുവാണ് ഈ ബെൻഡോണൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഈ അഗ്നിപർവ്വതമൊക്കെ പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ കൃഷി ചെയ്യുന്ന നല്ല രീതിയിലുള്ള ആപ്പിളുകൾ, അതുപോലെ തന്നെ നല്ല നല്ല ഫലവർഗ്ഗങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നത് അങ്ങനെയുള്ള മണ്ണിലാണ്. അപ്പോൾ അതിൽ 75% ബെൻഡോണൈറ്റ് ആണ്, 10% മോയ്സ്ചറാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓരോ ചെടിയുടെ അനുസരിച്ച് ഒരു രീതി വ്യത്യാസമുണ്ട്. എങ്കിലും സാധാരണ കോമൺ പച്ചക്കറികൾ പോലെയുള്ളതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 1 ഏക്കറിലേക്ക് 4 കിലോ ആണ്. ഇതാണ് അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ അടുത്ത ഒരു പ്രോഡക്റ്റ്, നമുക്ക് ഏറ്റവും കുഞ്ഞൻ പ്രോഡക്റ്റ് എന്ന് പറയാം. നമ്മളെ പ്രോഡക്റ്റിൽ ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് ആണ് ഗ്രോമാജിക് അഡ്വാൻസ്. ഗ്രോമാജിക് അഡ്വാൻസ് ഇതൊരു സ്റ്റെബിലൈസർ 10%, അതുപോലെ ജാസ്മോണൈറ്റ് എന്ന് പറയുന്നത് 5% ഉണ്ട്. അമിനോ ആസിഡും അല്ലെങ്കിൽ പൊട്ടാസ്യം ക്യൂമേറ്റ് എന്ന് പറയുന്നത് 80%, 85%. ഇത് നമുക്ക് ഒരു 100 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് നമുക്ക് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മണ്ണിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ പ്രത്യേകത വെച്ചാൽ, ഇതിലെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന ജാസ്മോണൈറ്റ് ആണ്. ജാസ്മോണൈറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആൺപൂക്കളെ പെൺപൂക്കളാക്കി മാറ്റാൻ കഴിവുണ്ട്. പ്രത്യേകിച്ചും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളിച്ചെടികൾ, മത്തൻ, കുമ്പളം, തണ്ണിമത്തൻ പോലെയുള്ളതിനൊക്കെ
വള്ളികളിൽ ഉണ്ടാവുന്ന ചെടികളിൽ നമുക്കറിയാം കൂടുതൽ ആൺപൂക്കൾ ഉണ്ടാവും അല്ലെ. 10-20 ആൺപൂക്കൾ ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ മത്തലിലൊക്കെ അടുത്തടുത്ത് പൂക്കൾ ഉണ്ടാവും, ഓരോ കണ്ണിനും പൂക്കൾ ഉണ്ടാവും. പക്ഷെ ഒരു 10-20 കണ്ണി വിട്ടിട്ടാണ് ഒരു മത്തൻ കായ ലഭിക്കുക. എന്നാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഈ ആൺപൂക്കളെ പെൺപൂക്കളാക്കി മാറ്റാൻ കഴിവുള്ളത് പോലെ തന്നെ കൂടുതൽ ഫലം ലഭിക്കും. വള്ളി ചെടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുരുമുളക് ചെടിയിലോ വാഴയിലോ ഒക്കെ എന്താ സംഭവിക്കുക? ഉദാഹരണമായിട്ട് നമുക്ക് വാഴയുണ്ട്. വാഴയുടെ ആ ഉള്ളിലുള്ള നമ്മൾ എന്തായാലും പറയാ അതിന്റെ ആ കൊലക്കൊമ്പ് വന്നിട്ട് ഉണ്ടാവുന്ന നമ്മൾ ഇവിടെയൊക്കെ കൊടപ്പൻ എന്നാണ് പറയുന്നത്. ഈ കൊടപ്പൻ വിടർന്ന് വരുന്നതാണ് അത് കായകളായി മാറുന്നത്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മുഴുവൻ എന്താ ഉള്ളത്? പൂങ്കുലകളാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ, പറഞ്ഞ ഡോസേജിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പരമാവധി അതിൻ്റെ ഉള്ളിലുള്ള പൂങ്കുലകളെ കായകളാക്കി മാറ്റും. അപ്പൊ എന്ത് ചെയ്യും? പെടലകളുടെ എണ്ണം, കായകളുടെ എണ്ണം. അത് മാത്രമല്ല, ഇതിന്റെ അടിപ്പെടലയും മോൾപ്പെടലയും, അതായത് ഇതിന്റെ ഏറ്റവും അവസാനത്തെ പെടലയും ആദ്യത്തെ പെടലയും തമ്മിലുള്ള അതിന്റെ വലിപ്പ വ്യത്യാസം വളരെ കുറവായി. സാധാരണ നമ്മൾ ഈ പ്രത്യേകിച്ച് നേന്ത്രൻ ഒക്കെ അതിന്റെ കൊലയൊക്കെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിയുമ്പോൾ അതിന്റെ അടി ഏറ്റവും ലാസ്റ്റ് വന്ന 2 പെടലങ്ങ് ചെത്തിക്കളയും അല്ലെ, തീരെ വണ്ണമില്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആ അവസാനം വന്ന കായകൾക്കും നല്ല വലിപ്പം ഉണ്ടാവും. അപ്പോൾ ആവറേജ് നോക്കുമ്പോൾ നല്ല തൂക്കം ഉണ്ടാവും. അത് മാത്രമല്ല, തൂക്കം മാത്രമല്ല, ഇതിന് ഭയങ്കര മധുരം കൂടുതലാണ്. ഇങ്ങനെയുള്ള നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് വളരെ മധുരം കൂടുതലാണ്. കുരുമുളകിലൊക്കെ ആണെങ്കിൽ അതിന്റെ എരിവ് കൂടും, അതിനകത്ത് പെപ്പറേനും കൂടുതൽ വരും. കോഫിക്കൊക്കെ ആണെങ്കിൽ അതിന്റെ ഓയിൽ കൂടും. കോഫിന്റെ ഒക്കെ കായകൾ, എണ്ണം, അതിന്റെ കൊലകളിലെ പൂക്കൾ കൂടുതൽ പിടിച്ചിട്ട് എണ്ണം കൂടുതൽ ഉണ്ടാവും, സൈസ് കൂടുതൽ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടുകളാണ് പറയുന്നത്. കോഫിയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, വാഴയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, കുരുമുളകിൽ ഉപയോഗിച്ചിട്ടൊക്കെയുള്ള നമ്മളുടെ കൂടെയുള്ള ആളുകൾ തന്നെ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് ഒക്കെയാണ്. ഇപ്പൊ ഇഞ്ചിയിലൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഇഞ്ചിന്റെ അതിന്റെ ഫോട്ടോസ് ഒക്കെ വന്നിട്ട് 1.5-2 കിലോ, 1.5 കിലോ, 1 കിലോയും 750 ഗ്രാം ഒക്കെ ഒരൊറ്റ പാവ് എന്ന് അതിന് പറയാം, ഒരൊറ്റ ഇതിൽ അതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോ മാജിക് അഡ്വാൻസ് എന്ന് പറയുന്നത്. ഈ ഗ്രോ മാജിക് അഡ്വാൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്ന മാതിരി തന്നെ ചെടികൾക്ക് സ്ട്രെസ് ഉണ്ട്. അതിന് അബിയോട്ടിക് സ്ട്രെസ് എന്നും ബയോട്ടിക് സ്ട്രെസ് എന്നും 2 തരത്തിലുള്ള സ്ട്രെസ് പറയാം. അബിയോട്ടിക് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോട്ട്, ഈ വരൾച്ച, അതുപോലെ തന്നെ ഹൈ ആൻഡ് ലോ ടെമ്പറേച്ചർ, പെട്ടെന്ന് ചൂട് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുക. അതുപോലെ മെക്കാനിക്കൽ വൂഡ്സ്, പലതരത്തിൽ നമ്മൾ എന്താ പറയാ ഈ മുറിവ് വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അതുപോലെ അൾട്രാ വയലറ്റ്, അതുപോലെ സാലിനിറ്റി, വാട്ടർ ലോഗിങ്, മെറ്റൽ ടോക്സിറ്റി, അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഡെഫിഷ്യൻസി പോലെ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവൊക്കെ എന്ത് ചെയ്യും? ഈ അബിയോട്ടിക് സ്ട്രെസ്സിന് കാരണമാണ്. അതുപോലെ തന്നെ ബയോട്ടിക് സ്ട്രെസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പലതരത്തിലുള്ള ഫംഗസ് രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ ഇൻസെക്ടിന്റെയും അതുപോലെ പെസ്റ്റിന്റെ ഒക്കെ ആക്രമണം, അതായത് പലതരത്തിലുള്ള പുഴുക്കള്, കട്ടുവാംസ്, അതുപോലെ തന്നെ എന്താ പറയാ നിമാവിരകളുടെ ഒക്കെ ഉപദ്രവങ്ങള്, അതുപോലെ തന്നെ പലതരത്തിലുള്ള മഞ്ഞളിപ്പ് പോലെയുള്ള രോഗങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ബയോട്ടിക് സ്ട്രെസ് ആണ്. അതുപോലെ അബിയോട്ടിക് സ്ട്രെസ്, ഈ 2 തരത്തിലുള്ള സ്ട്രെസ് നമ്മളുടെ ഈ ഗ്രോ മാജിക് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള കഴിവ് ചെടിക്കുണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സ്ട്രെസ്, അതായത് നമ്മൾ കണ്ടിട്ടില്ല ചില സമയത്തൊക്കെ നമ്മൾ ചെടിക്ക് വളം കൊടുത്താൽ അതിങ്ങനെ മരവിച്ച് നിൽക്കും, വളർച്ച ഉണ്ടാവില്ല. അതൊരു എന്താ പറയാ, നമ്മളൊരു ഒരു ഒരു പ്രത്യേകിച്ചും ഈ നല്ല മഴക്കാലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെടികളില്ലെങ്കിൽ മരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല വേനൽക്കാലത്തൊക്കെ ഇലയൊക്കെ വെയിലടിച്ച് ഇങ്ങനെ താണ് ഭയങ്കര ക്ഷീണിതമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അത് അതിന്റെ സ്ട്രെസ്സാണ്. അതിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഗ്രോ മാജിക് അഡ്വാൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തൊരു പ്രോഡക്റ്റ് ആണ് MI പ്രൗഡ് എന്ന് പറയുന്നത്. MI പ്രൗഡ് എന്ന് പറയുന്നത് അതിന്റെ കോമ്പിനേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഹെർബ് എക്സ്ട്രാക്ട് 5%, കോപ്പർ സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ് 10%, റിസ്യൂസിൻ കമ്മ്യൂൺസ് എക്സ്ട്രാക്ട് 5%, അനിമൽ ഓയിൽ 75%, എമൽസിഫയർ 5%. ഞാൻ ഇതിന്റെയൊക്കെ ഈ കോമ്പോസിഷൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുക്കിലൊന്നും അതിന്റെ കോമ്പോസിഷൻ ഇല്ല. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്താണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ടാണ് ഈ കോമ്പോസിഷൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. MI പ്രൗഡ് എന്ന് പറയുന്നത് നമുക്ക് പല ചെടികൾക്കും പലതരത്തിലുള്ള ഫംഗൽ രോഗങ്ങൾ ഉണ്ടാവും. ഇപ്പം ഈ വാഴയ്ക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതാണ് ബനാന ബ്ലാസ്റ്റ് എന്ന് പറയുന്ന
ഒരു ഫംഗൽ രോഗം. അതായത് വാഴ മൊത്തം മഞ്ഞളിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നതിനാണ് ബനാന ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള മഞ്ഞളിപ്പ് രോഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളുടെ എന്താ പറയാ ഈ പറയുന്ന ഫംഗൽ ഇഫക്റ്റിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇല കരിയുക, വാഴയൊക്കെ ഇല കരിഞ്ഞു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫംഗൽ, നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഫംഗൽ ഇഫക്റ്റ്, അതിനെ ഫംഗൽ ബാധ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത്. ഇങ്ങനെ 5000-ഓളം ഫംഗൽ ബാധകൾ, ഈ 5000-ഓളം ഫംഗൽ ബാധകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നമ്മുടെ MI പ്രൗഡ് എന്ന് പറയുന്നത്. ഒരാൾ നാളെ നിങ്ങളോട് ചോദിക്കുകയാണ്, സാറേ എന്റെ വാഴയ്ക്ക് ഇല കരിച്ചിലുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് MI പ്രൗഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ വീട്ടിലുള്ള എന്താ പറയുക പച്ച മുളക് നട്ടിട്ടുണ്ട്, അതിന്റെ ഇല കരിച്ചിട്ട് വന്നു, അല്ലെങ്കിൽ അതിന് മഞ്ഞളിപ്പ് വന്നു, അതിന് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് MI പ്രൗഡ് എന്ന് പറയുന്നത്. അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് MI വീർ എന്ന് പറയുന്നത്. MI വീറിനകത്തുള്ളത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേര് തന്നെ പറയുന്നത് നാച്ചുറൽ ഇമ്മ്യൂൺ മോഡുലേറ്റർ എന്നാണ്. നാച്ചുറൽ ഇമ്മ്യൂൺ മോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് ചെടികൾക്ക് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അതിന്റെ കോമ്പിനേഷൻ നീം ഓയിൽ 20%, ഗാർലിക് ഓയിൽ 5%, ഫിഷ് ഓയിൽ 5%, കരിഞ്ച ഓയിൽ 10%, കാപ്സിക്കം ഓയിൽ 2.5%, യൂക്കാലിപ്റ്റസ് ഓയിൽ 10%, മസ്റ്റാർഡ് ഓയിൽ 10%, ദോത്ര ഓയിൽ 5%, സിനമൺ ഓയിൽ 10%, പെപ്പർമിന്റ് ഓയിൽ 2.5%, കപൂർ ഓയിൽ 2.5%, സീസം ഓയിൽ 5%, എമൽസിഫയർ അതിന്റെ ആവശ്യത്തിന്, അതുപോലെ തന്നെ ടോട്ടൽ 100% വരുന്നത്. ഇത് എല്ലാ തരത്തിലുള്ള പുഴുക്കളെയും, അതായത് എന്താ പറയാ ഇല തിന്നു പോകുന്ന പുഴുക്കള്, തണ്ടുതുരപ്പൻ പുഴു, ഇതുപോലെയുള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓർഗാനിക് സൊല്യൂഷൻ ആണ്. യൂസ് ദിസ് ഓർഗാനിക് സൊല്യൂഷൻ ടു റെഡ്യൂസ് വാംസ് ഇൻ ക്രോപ്സ്. എല്ലാ തരത്തിലുള്ള പുഴുക്കളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് MI വീർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് MI സിട്രയാണ്. MI സിട്ര, അതിന്റെ കോമ്പിനേഷൻ നീം ഓയിൽ 20%, ഫിഷ് ഓയിൽ 18%, കരിഞ്ച ഓയിൽ 10%, സിനമൺ ഓയിൽ 20%, എമൽസിഫയർ 12%. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മാങ്ങ പഴമൊക്കെ ഉണ്ടായിട്ട് അതിനകത്ത് ഉണ്ടാവുന്ന പഴയീച്ച എന്ന് പറയും. അതായത് മാങ്ങ കണ്ണിമാങ്ങയൊക്കെ ആവുന്ന അല്ലെങ്കിൽ ഉണ്ണിമാങ്ങയൊക്കെ ആവുന്ന സമയത്ത് അതിനകത്ത് വന്ന് അതിന്റെ കുത്തി മുട്ടയിട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാങ്ങ വിളഞ്ഞ് പാകമാകുന്ന സമയത്ത് മുറിച്ച് കഴിയുമ്പോൾ അതിനകത്ത് നിറയെ പുഴു ഉണ്ടാവും. അതിനാണ് പഴമാങ്ങ എന്ന് പറയുന്നത്. പാഷൻ ഫ്രൂട്ട് ഇങ്ങനെയുള്ള പഴങ്ങളിലൊക്കെ ഉണ്ടാവുന്നതാണ് പഴയീച്ചകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊന്നാണ് BPH എന്ന് പറയുന്നത്. BPH പ്രധാനമായിട്ട് ആക്രമിക്കുന്നത് നെല്ലിനെയാണ്, അല്ലെങ്കിൽ നെല്ല്, ഗോതമ്പ് പോലെയുള്ള വിളകളെയൊക്കെയാണ് BPH ബാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാവിന്റെ ഒക്കെ കൊമ്പുടങ്ങി പോകുന്നതാണ് ഉണ്ടാവുന്നത്. അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പ്രാണികൾ, ചെറിയ എന്താ പറയുക ശൽക്ക കീടങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചിറകുകളുടെ വലിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഗ്രൂപ്പ് ആയിട്ടിരിക്കുന്ന ഒരു തരം ഇതാണ് ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ എന്നാണ് അതിനെ പറയുക. ആ BPHന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അതിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗവും നമ്മളുടെ മാർക്കറ്റിലില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ഒരു കാലത്ത് കേട്ടിട്ടുണ്ടാവും, കുട്ടനാട്ടിൽ നെല്ല് മുഴുവൻ നശിച്ചു പോയി, ഉണങ്ങിപ്പോയി, എന്നിട്ട് നമുക്ക് നെല്ലില്ലാത്തൊരു, ആ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് കുറഞ്ഞു പോയ ഒരു കാലം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന BPH ആയിരുന്നു. അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ചലഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് MI സിട്ര എന്ന് പറയുന്നത്. അതുപോലെ അടുത്തത് വൈറസ് പ്ലസ്. വൈറസ് രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല ചുരുണ്ടു പോവുക, ഇല ചുരുണ്ടിരിക്കുന്ന അവസ്ഥയാണ് വൈറസ് പ്ലസ് എന്ന് പറയുന്നത്. അതായത് ചെടിയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയെ തടയുന്നു. പ്രോഡക്റ്റ് റീറ്റെയിൽസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is a very unique and specific organic input for the longer periods of protection from the widest range of viral infection during the very critical periods of crop growth. അതായത് ചെടിയുടെ ഏറ്റവും നല്ല വളർച്ചാ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന വൈറസ് ബാധകളെ ഒരുപാട് ദീർഘകാലത്തേക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, നിയന്ത്രിച്ചു നിർത്താൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ വൈറസ് പ്ലസ് എന്ന് പറയുന്നത്. വൈറസ് പ്ലസ് offers the considerable reduction of the damage and quick crop recovery for relatively longer periods than any other available chemical options. അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന ഏതൊരു കെമിക്കൽ ഓപ്ഷനേക്കാളും
ദീർഘകാലം നമ്മുടെ വൈറസ് രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് വൈറസ് പ്ലസ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. മോഡിഫൈ ഈസ് എ വെരി ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് വിച്ച് ഹെൽപ്സ് നോട്ട് ഓൺലി ടു മെയിൻറ്റെയിൻ pH ഓഫ് സ്പ്രേ സൊല്യൂഷൻ ബട്ട് ആൾസോ ഇറ്റ് സ്റ്റെബിലൈസ് ദയർ pH ഫോർ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. അതായത് ചെടികളുടെ ഇലകളുടെയും പൂർണ്ണമായിട്ടുള്ള pH നിയന്ത്രിച്ചുകൊണ്ട്, pH കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളും കീടനാശിനികളും ഒന്നും ചെടിക്ക് ലഭിക്കില്ല എന്നതാണ്. വാട്ട് ഈസ് ഡു യു മീൻ ബൈ pH? എന്താണ് pH എന്ന് പറയുന്നത്? എ മെഷർ ഓഫ് അസിഡിറ്റി ഓർ ആൽക്കലിനിറ്റി ഓഫ് വാട്ടർ സോളിബിൾ സബ്സ്റ്റൻസ്. pH സ്റ്റാൻഡ്സ് ഫോർ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അതായത് pH എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ആണ്. എ pH വാല്യൂ ഈസ് എ നമ്പർ ഫ്രം 1 to 14. 1 മുതൽ 14 വരെയുള്ള ഒരു നമ്പറാണ് pH എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ ഒരു പേപ്പറിലൊക്കെ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതിനകത്ത് ഇങ്ങനെ കളറായിട്ട് 1 മുതൽ 14 വരെ കാണുന്നത്. വിത്ത് 7 ആസ് ദ മിഡിൽ, അതായത് അതിന്റെ നടുക്കുള്ള ഒരു നമ്പർ എന്ന് പറയുന്നത് 7ആണ്. അതിനെ ന്യൂട്രൽ പോയിന്റ് എന്നാണ് പറയുക. വാല്യൂസ് ബിലോ 7 ഇൻഡിക്കേറ്റ് അസിഡിറ്റി. അതായത് 7 താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റി എന്ന് പറയും. 7 താഴേക്ക് വന്നാൽ അസിഡിറ്റി എന്ന് പറയും. പ്രത്യേകിച്ച് കേരളത്തിലെ മണ്ണൊക്കെ അസിഡിക് മണ്ണാണ്. വിച്ച് ഇൻക്രീസ് ആസ് ദ നമ്പർ ഡിക്രീസ്, 1 ബീങ് ദ മോസ്റ്റ് അസിഡിക്. അതായത് ഈ അതിന്റെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ അസിഡിറ്റി കൂടി വരിക. വിച്ച് ഇൻക്രീസ് ഇൻഡിക്കേറ്ററി അസിഡിറ്റി വിച്ച് ഇൻക്രീസ് ആസ് ദ നമ്പർ ഡിക്രീസ്. അതായത് ഈ നമ്പർ താഴേക്ക് വരുമ്പോൾ ഈ അസിഡിറ്റി കൂടിയിട്ടാണ് കാണിക്കുക. 1 എന്നൊക്കെ പറയുന്ന അതിന്റെ ഹയസ്റ്റ് ഫോമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മളുടെ മോഡിഫൈ എന്ന് പറയുന്നത്. മോഡിഫൈ മസ്റ്റ്, അതിന്റെ ഒരു പോർഷൻ പറയുന്നത് മോഡിഫൈ മസ്റ്റ് ബി ആഡഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ടു ദ വാട്ടർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സ്പ്രേ സൊല്യൂഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്പ്രേ സൊല്യൂഷനിലേക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് തുള്ളി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. When it is added to the water, the color of the water changes to light red. ആദ്യം നമ്മളിത് സാധാരണ വെള്ളം, നിറമില്ലാത്ത വെള്ളത്തിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു ചെറിയ ചുവപ്പ് കളറായി മാറുകയും on continuous addition of modified drop by drop, the color of the water changes to the aqua blue. അതായത് ഒരു നീല കളറിലേക്ക് മാറും. നീല കളറിലേക്ക് മാറി കഴിയുമ്പോൾ അത് വെള്ളത്തിന്റെ pH ന്യൂട്രലായി, അതായത് 7ന്റെ ആ ഒരു സമ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദ വാട്ടർ ഈസ് ഇൻ ഡിസറബിൾ റേഞ്ച് ഓഫ് pH. അതിന്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള pH ആയി മാറിയിട്ടുണ്ട്. ആ മാറിയ ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട കീടനാശിനിയോ അല്ലെങ്കിൽ വളങ്ങളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ റിസൾട്ട് കിട്ടും. ഡോസേജ് pH ഓഫ് വാട്ടർ യൂസ്ഡ് ഫോർ സ്പ്രേ സൊല്യൂഷൻ, ക്വാണ്ടിറ്റി ഓഫ് മോഡിഫൈ. അതായത് മോഡിഫൈ എത്ര ഉപയോഗിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഓരോ വെള്ളത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 8 മുതൽ 10 തുള്ളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാധാരണ ലെവലിലുള്ള വെള്ളത്തിന്റെ ഒക്കെ pH ന്യൂട്രലാവും. ഇനി ഒലീഫ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഇൻപുട്ട് കംപ്രൈസിംഗ് സീവീഡ് എക്സ്ട്രാക്ട്, അമിനോ ആസിഡ്സ് ആൻഡ് അതർ നാച്ചുറലി ഒക്കറിംഗ് കമ്പോണൻസ് ഹാസ് ബീൻ developed and standardized under the name of organic liquid input formula to effectively rehabilitate and maintain soil and plant health. അല്ല, പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അവസാനത്തെ പോയിന്റാണ്. റിഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പുനരധിവാസം ആൻഡ് മെയിൻറ്റെയിൻ സോയിൽ ആൻഡ് പ്ലാന്റ് ഹെൽത്ത്. അതായത് നമ്മുടെ മണ്ണൊക്കെ നമുക്കറിയാം കുറെ കാലമായിട്ട് രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച് ചത്ത് കിടക്കുന്ന ജീവനില്ലാത്ത മണ്ണാണ് ഉള്ള മണ്ണ്. അതായത് അതിൽ പ്രധാനമായിട്ട് വേണ്ടത് ഓർഗാനിക് കാർബൺ ആണ്. ഓർഗാനിക് കാർബൺ കിട്ടാൻ നമ്മളുടെ പണ്ടത്തെ കൃഷി രീതി ഓർമ്മയുണ്ടാവും. നമ്മൾ എന്താ ചെയ്യുക? അതിലെ കാടൊക്കെ വെട്ടി അവിടേക്ക് കത്തിക്കും, അതുപോലെ കരിയിലൊക്കെ വീണ് ചെയ്യും. അങ്ങനെ മണ്ണ് സമ്പുഷ്ടമായിരുന്നു, ഓർഗാനിക് കാർബൺ ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ മണ്ണിന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയാണ്. ഓർഗാനിക് കാർബണിന്റെ അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ ഏകദേശം 3.75% ഉള്ളത്. ശരിക്കും വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7%, 6%, 7% ഒക്കെയാണ് വേണ്ടത്. പക്ഷെ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മുടെ മണ്ണ് കിടക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മണ്ണിലേക്ക് നമ്മൾ എന്ത് വളം ചെയ്താലും എന്ത് കൃഷി ചെയ്തു കഴിഞ്ഞാലും അതിന്റെ ഫലപ്രദമായിട്ടുള്ള വിളവെടുക്കൽ നമുക്ക് നടക്കില്ല. അവിടെയാണ് നമ്മുടെ ഓർഗാനിക് ലിക്വിഡ് ഫോർമുല എന്ന് പറയുന്ന 500 മില്ലിയുടെ ബോട്ടലിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത് നമുക്ക് 15% ഓർഗാനിക് കാർബൺ ഉണ്ട് ഇതിനകത്ത്,
അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇലയിൽ തളിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ മണ്ണിൽ ഇപ്പോ ഒരു ഒലീഫ് എന്ന് പറയുന്നത് 250 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇലയിൽ തളിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്പ്രേ സൊല്യൂഷൻ നമ്മൾ അതിന്റെ സ്പ്രേ ചെടികളിൽ ചുറ്റും മണ്ണിലും കൂടെ ഇത് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും എടുക്കാൻ അത് ആഗിരണം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി മണ്ണിനെ മാറ്റിയെടുക്കാം. ഓർഗാനിക് മണ്ണിൽ അവിടെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന ബാക്ടീരിയകൾക്ക് നിലനിൽക്കാൻ പറ്റില്ല ഓർഗാനിക് കാർബൺ ഇല്ലെങ്കിൽ. അപ്പൊ നമ്മള് അവിടെ ഈ ഒലീഫ് കൊടുത്തു കഴിയുമ്പോൾ നൈട്രജനെ ഫിക്സ് ചെയ്യും. നൈട്രജനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫറസ് പോലുള്ള പൊട്ടാഷ് പോലുള്ള വളങ്ങളൊക്കെ ആ കോമ്പിനേഷൻ ചെടികൾക്ക് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് വിഘടിച്ച് നിൽക്കുക ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഓർഗാനിക് കാർബൺ ഒലീഫ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജനെ മണ്ണിൽ ഫിക്സ് ചെയ്യും. നൈട്രജനെ ഫിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഫോസ്ഫറസും അതുപോലെ പൊട്ടാഷ് വളങ്ങൾക്ക് ദീർഘകാലം മണ്ണിൽ നിലനിൽക്കുന്നു. നൈട്രജൻ അങ്ങനെയല്ല. നൈട്രജന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തുള്ളിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യും, ലീച്ചിങ്ങിലൂടെ നശിച്ചു പോകും. അപ്പൊ നൈട്രജൻ ആണ് ഈ ഹരിതകം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ചെടീന്റെ ഒരു പ്രാഥമികമായിട്ടുള്ള വളർച്ചയ്ക്ക് അതിന്റെ ആഹാരമൊക്കെ പാകം ചെയ്യാൻ അതിന്റെ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ നൈട്രജൻ. ഈ നൈട്രജനെ ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഓർഗാനിക് കാർബൺ അല്ലെങ്കിൽ കാർബൺ മണ്ണിൽ വേണം. അപ്പൊ അത് നമ്മുടെ മണ്ണിൽ കുറവാണ്, യഥാർത്ഥത്തിലുള്ള കാര്യമാണ്, അത് കുറവാണെന്നുള്ളത്. അതിനെ നികത്താൻ പറ്റുന്ന ഇന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഒലീഫ് 60 എന്ന് പറയുന്നത്. 60 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് നമ്മളുടെ ഘടകങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ, ബോറോൺ, സിങ്ക്, അയൺ, മഗ്നീഷ്യം, മാംഗനീസ് പോലെയുള്ള സൂക്ഷ്മ മൂലകങ്ങൾ ഒരുപാട് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ ഒലീഫ് 60 എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കൂടുതൽ വളവും കാര്യങ്ങളൊക്കെ അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റുകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പൊ സംസാരിച്ചത്. അപ്പൊ ഇങ്ങനെ ഞാനിന്ന് ഫാസ്റ്റ് ആയിട്ട് പോയതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ബേസിക് ഐഡിയ തരികയും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോ താങ്ക് യു. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.